വൈറ്റ് സിമെന്റ് ആണോ പ്രൈമർ ആണോ നിങ്ങളുടെ വീട്ടിലേക്ക് ഉപയോഗിക്കേണ്ടത്? വീടിന്റെ കാര്യം നമ്മുടെ സീരീസിലെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലരും ചോദിക്കുന്ന ഒരു കാര്യം കേട്ടോ, വൈറ്റ് സിമെന്റ് അടിച്ചിട്ട് അതിന്റെ മേളിൽ പ്രൈമർ അടിക്കണോ അതോ പുട്ടി ആദ്യം ഇട്ടിട്ട് പ്രൈമർ അടിക്കണോ? ഇതെല്ലാം ഫസ്റ്റിലത്തെ ഒരു കാര്യം പറയാം. വൈറ്റ് സിമെന്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പം വൈറ്റ് സിമെന്റ് ഉപയോഗിക്കേണ്ട ഒരു കേസ് ഞാൻ പറയാം. നിങ്ങളൊരു വീട് വെച്ച് ജസ്റ്റ് വൈറ്റ് സിമെന്റ് അടിച്ചിട്ടിട്ട് ഒരു 6-7 മാസം കഴിഞ്ഞ് പണി ചെയ്യുന്നോളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് സിമെന്റ് അടിച്ചിടാം. കുറച്ച് ഈ ഫംഗസ് ഒന്നും പിടിക്കാതെ കിടന്നോളൂ. ഇല്ലാതെ വൈറ്റ് സിമെന്റ് അടിക്കേണ്ട ഒരു ആവശ്യവും നിങ്ങൾക്ക് വരുന്നില്ല. കാര്യം വൈറ്റ് സിമെന്റ് എന്ന് പറഞ്ഞ ഒരു ചോക്ക് പൊടിയുടെ വേറൊരു ചെറിയൊരു സിമെന്റിന്റെ കണ്ടന്റ് ഉണ്ടെന്നുള്ളത് മാത്രമേ അതിനകത്തുള്ളൂ. പക്ഷേ പ്രൈമർ അങ്ങനെയല്ല. പ്രൈമർ ഒരു ബോണ്ടിങ് ഏജന്റ് ആണ്. പക്ഷേ ഇതിലും ഏറ്റവും ഒരു കാര്യമുള്ളത്, എല്ലാവരും ആദ്യമേ പലരും ചെയ്യുന്നത് കൊണ്ടുപോയി പ്രൈമർ അടിക്കും. പ്രൈമർ അടിച്ചിട്ട് ഒരു കോട്ട് പ്രൈമർ അടിച്ചിട്ടാണ് പിന്നെ 2 കോട്ട് പുട്ടിയിടുക. അതിനെക്കാട്ടി ഏറ്റവും നല്ലത് കമ്പനിക്കാരുടെ അടുത്ത് ചോദിച്ചാൽ പോലും നിങ്ങൾ ഏത് കമ്പനി ആയാലും, ഏഷ്യൻ ആയാലും ബെർജർ ആയാലും ഒപ്പസ് ആയാലും, ഇവരെല്ലാം റെക്കമെൻഡ് ചെയ്യുക ആദ്യമേ നിങ്ങൾ 2 കോട്ട് പുട്ടിയിടുക. പുട്ടിയിട്ടതിന് ശേഷം മാത്രം പ്രൈമർ അടിക്കുക. 1 കോട്ട് പ്രൈമർ അടിക്കുക, 2 കോട്ട് എമൽഷൻ അടിക്കുക. ഇതാണ് കറക്റ്റ് ഒരു വേ എന്ന് പറയുന്നത്. പലരും ഉണ്ട് 1 കോട്ട് പ്രൈമർ അടിച്ചിട്ട് പിന്നെ 2 കോട്ട് പുട്ടിയിട്ട് വീണ്ടും പ്രൈമർ അടിച്ച് എമൽഷൻ അടിക്കുന്നവർ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അധിക ചെലവാണ് സത്യം പറഞ്ഞാൽ. അത് നിങ്ങളൊന്ന് ആലോചിച്ച് മാത്രം ചെയ്യുക. നിങ്ങൾ എടുക്കുന്ന ഷോപ്പിൽ ഇല്ലെന്നുണ്ടെങ്കിൽ കമ്പനി എക്സിക്യൂട്ടീവ്, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ അവരോട് ചോദിച്ചാൽ തന്നെ അവർ നിങ്ങൾ പറയും ഏറ്റവും കൂടിയ പെയിന്റ് എടുത്താലും കുറഞ്ഞ പെയിന്റ് എടുത്താലും എല്ലാം ചെയ്യേണ്ട പ്രൊസീജിയർ ഇങ്ങനെ തന്നെ മാക്സിമം ചെയ്യാൻ നോക്കുക. നിങ്ങളൊരു പ്ലാസ്റ്ററിങ് കഴിയുമ്പോഴേ നിങ്ങൾ പുട്ടിയിടാൻ നോക്കുക. 2 കോട്ട് പുട്ടിയിടുക. പുട്ടിയിടുന്നവരാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. എല്ലാവരും ചിലപ്പം പുട്ടിയിടാതെ ചെയ്യുന്നവരൊക്കെ കാണും. പുട്ടിയിടുകയെന്നുണ്ടെങ്കിൽ 2 കോട്ട് പുട്ടിയിടുക. അതിനുശേഷം നിങ്ങൾ പറയുന്ന പ്രൈമർ 1 കോട്ട് അടിക്കുക. അതിനുശേഷം 2 കോട്ട് എമൽഷൻ അടിക്കുക. അറിയാലോ, മാർക്കറ്റിൽ ഒരുപാട് പുട്ടിയായാലും എമൽഷൻ ആയാലും എല്ലാം നിങ്ങളുടെ ടെക്നീഷ്യനോട് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യുന്ന പെയിന്ററോട് ചോദിച്ചിട്ട് മാത്രം പുട്ടിയെടുക്കുക. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പൊ അവർക്കായിരിക്കും കൂടുതൽ ആ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പൊ പുട്ടിയുടെ കേസിൽ അങ്ങനെ കറക്റ്റ് നിങ്ങൾ ചെയ്യുന്ന ആളുടെ ഒരു ഇതും കൂടെ ചോദിച്ചിട്ട്, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാനുള്ള ഒരു കംഫർട്ട് പുട്ടിയിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പ്രൈമർ എമൽഷൻ അതൊക്കെ നമ്മുടെ ബഡ്ജറ്റ്, നമുക്ക് എത്ര വാറണ്ടി, ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ പുട്ടിയുടെ കേസ് നിങ്ങളുടെ ഉറപ്പായിട്ട് നിങ്ങളുടെ പെയിന്ററെ, നിങ്ങൾ ആരാണോ ടെക്നീഷ്യൻ ആ ചെയ്യുന്ന ആളുടെ അടുത്ത് കൂടി ചോദിച്ചിട്ട് ചെയ്യുക. അപ്പൊ അറിയാലോ, പ്ലാസ്റ്ററിങ് വരെ നമ്മുടെ വീടിന്റെ കാര്യം എത്തി. ഇത് നമ്മൾ ബാത്റൂമിന്റെ സീരീസ് ചെയ്തുകൊണ്ടിരുന്നതാണ്, പക്ഷെ ബാത്റൂം തീർന്നിട്ടില്ല. അപ്പൊ പലരും ചോദിക്കുന്നു നമ്മൾ ബാത്റൂം ഈ ഒരു പ്ലംബിംഗിലേക്കൊക്കെ ഒതുങ്ങി പോകുന്നു. അതുകൊണ്ടാണ് ഇതിനിടയ്ക്ക് ഉറപ്പായിട്ടും ഒരു പെയിന്റ് സെക്ഷന്റെ ഒരു വീഡിയോ കൂടി ചെയ്തത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.